വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറച്ച് സിദ്ധാന്തങ്ങളും പരീക്ഷണങ്ങളും പഠിച്ചായിരുന്നു, ശരിയല്ലേ? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യവഹാരവാദികളായ പാവ്ലോവിൻ്റെ പൗരാണിക സിദ്ധാന്തം, തോണ്ടൈക്കിൻ്റെ സിദ്ധാന്തം, അതുപോലെ സ്കിന്നറുടെ സിദ്ധാന്തം, ഈ 3 സിദ്ധാന്തവും നമ്മൾ എന്ത് ചെയ്തു പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഈ 3 സിദ്ധാന്തത്തിനും എതിരെ, അല്ലെങ്കിൽ ഈ 3 സിദ്ധാന്തത്തിനും എതിരെയുള്ള വിമർശനമായി ഊരുതിരിഞ്ഞു വന്ന മറ്റൊരു സിദ്ധാന്തമായ ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്. എന്താണ് പേര്? ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഓക്കെ, ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലുള്ള ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ അതിലെ വക്താക്കൾ പറയുന്നത്, നമ്മുടെ വില്യം വോണ്ടിറ്റിൻ്റെ ഘടനാവാദമാണെങ്കിലും നമ്മളെ ജെയിംസ് വാട്സന്റെ വ്യവഹാരവാദമാണെങ്കിലും അതൊക്കെ മണ്ടത്തരമാണ്, അങ്ങനെയൊന്നുമല്ല യഥാർത്ഥം പഠനം നടക്കുന്നത് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പറയുമ്പോൾ എന്നാണ് രൂപം കൊണ്ടതെന്ന് പറയണം, അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മുടെ ഘടനാവാദത്തോടും വ്യവഹാരവാദത്തോടും ഒക്കെ ഉള്ള വിമർശനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊക്കെ ശേഷം രൂപം കൊണ്ട സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. അത് 1912 രൂപം കൊണ്ടത് കേട്ടോ. വർഷം ഓർക്കുക, 1912 ജർമ്മനിയിൽ രൂപം കൊണ്ട സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. അത് ജർമ്മനിയിൽ രൂപം കൊണ്ടെങ്കിലും അത് അവിടെ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയില്ല, അത് അമേരിക്കയിൽ വളർന്ന് പന്തലിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ജർമ്മനിയിൽ രൂപം കൊണ്ട് അമേരിക്കയിൽ വളർന്ന സിദ്ധാന്തമാണ് നമ്മുടെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഈ സിദ്ധാന്തം എന്താ പറയുന്നത്? ഈ സിദ്ധാന്തം ഘടനാവാദത്തോടും വ്യവഹാരവാദത്തോടുമുള്ള വിമർശനമായിട്ട് ഊരുതിരിഞ്ഞു വന്ന സിദ്ധാന്തമാണ്. ഓക്കെ, ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് വേർത്തിമർ ആണ്. പേര് പഠിക്കുക. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, മാക്സ് വേർത്തിമർ എന്ന് കേട്ട ഉടനെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തേണ്ടത് നമ്മുടെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ മാക്സ് വേർത്തിമർ ആണ് നമ്മുടെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഇദ്ദേഹം എന്തൊക്കെ ചെയ്തെന്ന് അറിയണ്ടേ? ഇദ്ദേഹം കുട്ടികളിൽ ഗണിത പ്രശ്നം ഉപയോഗിച്ച് പരീക്ഷണം തുടങ്ങി. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം കുട്ടികളിൽ ഗണിത പ്രശ്നം, മാത്സ് ആണ് കേട്ടോ, ഗണിത പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പരീക്ഷണം നടത്തി. അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളിലും കുതിരകളിലും പരീക്ഷണം നടത്തിയത് നമ്മുടെ മാക്സ് വേർത്തിമർ ആണ് കേട്ടോ. അദ്ദേഹം കുട്ടികളിലും കോഴിക്കുഞ്ഞുങ്ങളിലും കുതിരകളിലുമൊക്കെ പരീക്ഷണം നടത്തിയാണ് നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ആള് മാക്സ് വേർത്തിമർ ആണ്. മറ്റ് 2 വക്താക്കൾ കൂടിയുണ്ട് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്. ഒന്ന് കോളർ ആണ്, മറ്റൊന്ന് കോഫ്ക ആണ്. ഓക്കെ, മാക്സ് വേർത്തിമർ, കോളർ, കോഫ്ക എന്നീ 3 ആൾക്കാരാണ് നമ്മുടെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ കോളറിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം ഇദ്ദേഹവും ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹം പരീക്ഷണം നടത്തിയത് ചിമ്പാൻസിയിലാണ്. ആ ചിമ്പാൻസിക്ക് അദ്ദേഹം ഒരു പേരും കൊടുത്തു, പേര് സുൽത്താൻ. അപ്പോൾ ഇത്രയും നാളുള്ള ഇപ്പൊ പാവ്ലോ ആണെങ്കിലും തോണ്ടൈക്ക് ആണെങ്കിലും സ്കിന്നർ ആണെങ്കിലും അവരുടെ ജീവികൾക്ക് പേരൊന്നും കൊടുത്തിട്ടില്ല, അല്ലേ? എന്നാൽ കോളറിന്റെ പരീക്ഷണം നടത്തിയ ചിമ്പാൻസിക്ക് ഒരു പേരുണ്ട്, സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ട് ഒരു സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിന് നമ്മൾ അന്തർദൃഷ്ടി പഠനം അഥവാ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയും. ഓക്കെ, അന്തർദൃഷ്ടി പഠനം കൊണ്ടുവന്നത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോളറാണ്. അന്തർദൃഷ്ടി പഠനം ഏത് സിദ്ധാന്തത്തിൽ ഉൾപ്പെട്ടതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ സംഭാവനയാണ് അന്തർദൃഷ്ടി പഠനം. ഓക്കെ അല്ലേ? അപ്പൊ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്താ പറയുന്നേ? നമ്മുടെ ഘടനാവാദവും പിന്നെ ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദവും ഒക്കെ ശരിയല്ല, അതിനോടൊക്കെയുള്ള വിമർശനമായിട്ട് നമ്മുടെ മാക്സ് വേർത്തിമറും കോളറും കോഫ്കയും കൂടി കൊണ്ടുവന്ന ഒരു ആശയമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം എന്താണ് ഗസ്റ്റാൾട്ട്. ഗസ്റ്റാൾട്ട് എന്നത് ഒരു ജർമ്മൻ പദമാണ്. ഓക്കെ, അപ്പൊ ഏത് ടൈമാണ് അത്? ഗസ്റ്റാൾട്ട് ഇവിടെ നിന്നുള്ള ആളല്ല, അത് ജർമ്മൻ പദമാണ്. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിയിൽ രൂപം കൊണ്ടിട്ട് അമേരിക്കയിൽ വളർന്നു പന്തലിച്ചത്. ഓക്കെ, ഗസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ മീനിങ് രൂപഘടന അല്ലെങ്കിൽ ആകൃതി എന്നുള്ളതാണ് കേട്ടോ. എന്താണ്? രൂപഘടന അല്ലെങ്കിൽ ആകൃതി എന്നതാണ് ഗസ്റ്റാൾട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഗസ്റ്റാൾട്ടിസത്തിലുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പരിസരത്തിന്റെ സമഗ്രതയല്ലേ? സമഗ്രത മീൻസ് ആകെ മൊത്തം. യെസ്, പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് അടിസ്ഥാനം എന്നാണ് നമ്മുടെ ഗസ്റ്റാൾട്ടിസം പറയുന്നത്. അല്ലാതെ ശ്രമപരാജയമോ പിന്നെ അനുബന്ധനമോ ഒന്നുമല്ല, അല്ലെങ്കിൽ അതിൽ കൂടിയൊന്നുമല്ല ആക്ച്വൽ സ്റ്റഡി.
അല്ലെങ്കിൽ യഥാർത്ഥ പഠനം നടക്കുന്നത്. പകരം എങ്ങനെയാണ് നമ്മൾ പരിസരത്തിനെ നിരീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലൊരു ഉൾക്കാഴ്ച ഉണ്ടാവും. ഓക്കെ, ആ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകുന്ന ആ ഉൾക്കാഴ്ചയിലൂടെയാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത് എന്നാണ് നമ്മുടെ ഗസ്റ്റാൾട്ടിസത്തിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടോ. പിന്നെ അവർ ഒന്നും കൂടി പറയുന്നുണ്ട്, എന്താണ്? അംശങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് ഈ സമഗ്രത. സമഗ്രത എങ്ങനെയുള്ളതാണ്? അംശങ്ങളുടെ ആകെ തുകയേക്കാൾ ബെറ്റർ ആണ്. അതായത് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ കുറച്ചായിട്ട്, അതായത് പാർട്ട് ബൈ പാർട്ടായിട്ട് അംശങ്ങളായിട്ട് പഠിക്കുന്നതിന് പകരം അത് മൊത്തത്തിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ കണ്ട് നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല പഠനം എന്നാണ് ആര് പറയുന്നത്? ഗസ്റ്റാൾട്ടിസത്തിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടോ. പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്നുള്ള ആശയത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഓക്കെ, പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫൈവ് പ്രതിഭാസമാണ് കേട്ടോ. പ്രത്യക്ഷണം അല്ലെങ്കിൽ ഫൈവ് പ്രതിഭാസം. എന്താണ് ഫൈവ് പ്രതിഭാസം? ഫൈവ് പ്രതിഭാസം എന്ന വേർഡ് കൊണ്ടുവന്നത് നമ്മുടെ മാക്സ് വെർത്തിമർ ആണ് കേട്ടോ. അത് ഇദ്ദേഹമാണ് ഫൈവ് പ്രതിഭാസം കൊണ്ടുവന്നത്. അത് വേറൊന്നുമല്ല. ഈ പ്രതിഭാസം എന്താ പറയുന്നതെന്ന് അറിയോ? അതായത് സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ചലിക്കാത്ത ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരു കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരികയാണെങ്കിൽ അത് നിശ്ചിത ഇടവേളകളിൽ നമ്മൾ കാണുകയാണെങ്കിൽ അത് ചലിക്കുന്നതായിട്ട് തോന്നും. അതായത് വേറെ ഒന്നുമല്ല, ഒരു നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു രൂപത്തിനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചു തരികയാണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറേ സർക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു വലിയ സർക്കിൾ, അതിനകത്തൊരു കുഞ്ഞു സർക്കിൾ, അങ്ങനെ കുറേ ലാസ്റ്റ് വലിയ സർക്കിൾ എടുത്ത് ഏറ്റവും ചെറിയൊരു സർക്കിൾ വരൂലേ, അങ്ങനെ ഒരു ഫിഗർ നമ്മൾ വരച്ചെന്ന് വിചാരിച്ചോ. ഈ ഫിഗറിനെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ നോക്കുവാണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നിശ്ചലമായിരിക്കുന്ന ആ ഓരോ സർക്കിളും ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഫൈവ് പ്രതിഭാസം എന്ന് പറയുന്നത്. ഇതാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനമെന്ന് ഗസ്റ്റാൾട്ട്വാദികൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വ്യക്തിഗത അനുഭവങ്ങളാണ് പഠനത്തിന് അടിത്തറ എന്ന് പറയുന്നത്. എന്താണ്? ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് പഠനത്തിന്റെ അടിത്തറ. അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ചുറ്റുപാടുകളുമായി നിരീക്ഷിച്ച് അവർക്കുണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നു. എല്ലാ വ്യക്തികളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ദൃശ്യപ്രപഞ്ചം സെയിം ആണോ? അല്ല. ഇപ്പം ഞാൻ നോക്കിക്കാണും പോലെ അല്ല നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിക്കാണുന്നത് അല്ലേ? ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അനുഭവമല്ല നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ഉൾക്കാഴ്ചയല്ല നിങ്ങൾക്ക് തോന്നുന്നത്. ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിഗത അനുഭവങ്ങളാണ് പഠനത്തിന്റെ അടിത്തറ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം പറയുന്നത്. ഇത്രയുമാണ് അതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത്. ഇത് ജർമ്മനിയിലാണ് രൂപം കൊണ്ടത്. ജർമ്മൻ പദമാണ് ഗസ്റ്റാൾട്ട്. അതിൻ്റെ മീനിങ് എന്താണ്? രൂപഘടന. രൂപം എന്ന് വെച്ചാൽ എങ്ങനെയുള്ള രൂപമായിരിക്കണം? കംപ്ലീറ്റ്, ഒരു സമഗ്രതയുള്ള രൂപമായിരിക്കണമെന്ന് ഗസ്റ്റാൾട്ടിസം പറയുന്നുണ്ട് കേട്ടോ. അംശങ്ങളായിട്ട് അല്ലെങ്കിൽ പാർട്ട് ബൈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ അംശങ്ങൾ എടുത്ത് പഠിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് മൊത്തത്തിൽ പഠിക്കുന്നത്. ഓക്കെ, ശരിയല്ലേ? ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിൽ കൊണ്ടുവന്ന് വലിയൊരു ഫിഗർ കാണിച്ചു എന്നാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ബോഡി സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ, സ്കെൽറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്ന് പാട്ട് പഠിപ്പിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ആന എന്ന് പറയുന്ന ഒരു ജീവി, ആനയെ അറിയത്തില്ല എന്ന് വിചാരിച്ചോളൂ. ആനയെ കൊച്ചു കുട്ടികൾക്ക് ആനയെ കണ്ടിട്ടില്ല, കാണാത്ത ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ. ആന നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ആനയ്ക്ക് വലിയ ചെവിയുണ്ട്, തുമ്പിക്കൈയുണ്ട്, 4 കാലുണ്ട്, കറുത്ത വലിയ രൂപമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ഓരോ പാർട്ട് ബൈ പാർട്ടല്ലേ പറയുന്നേ, ചെവി, കാല്, അങ്ങനെ അംശങ്ങളായിട്ട് പറയുന്നതിനേക്കാൾ ഒരു വലിയ ആനയെ കൊണ്ട് അല്ലെങ്കിൽ ആനയുടെ ഫിഗർ പടം കാണിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആനയെ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടോ നമ്മൾ ഈ ഓരോ കാര്യം പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അംശങ്ങൾ പറയുന്നതിനേക്കാൾ ആകെ മൊത്തത്തിൽ കാണിച്ചു കൊടുത്ത് പറയുമ്പോഴായിരിക്കും ആ കുട്ടിക്ക് പഠനം സമഗ്രമായി നടക്കുന്നത്. ശരിയല്ലേ? നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ? ഒരു മരത്തിനെ കുറിച്ച് പറയുമ്പോൾ മരത്തിന് വേരുണ്ട്, ഇലയുണ്ട്, ഇലയിൽ ശാഖകളിൽ ഇല കാണപ്പെടുന്നുണ്ട്, ഫലങ്ങളുണ്ട്, അതിലാണ് ഇപ്പം മാങ്ങ കായ്ക്കുന്നത് ഇങ്ങനെ ശാഖകളിലാണ് എന്നൊക്കെ പറയുന്നതിനേക്കാളും ഒരു ചെടിയുടെ രൂപം മൊത്തത്തിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വേര്, ഇതാണ് തണ്ട്, ഇല എന്നിങ്ങനെ കാണിക്കുമ്പോൾ ഒരു പക്ഷേ അതായിരിക്കും അംശങ്ങളെക്കാൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ആര് പറയുന്നു? നമ്മുടെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലുള്ള ആൾക്കാർ പറയുന്നു. ഓക്കെ, അപ്പോൾ അംശങ്ങൾ പഠിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിൽ കുറേ അംശങ്ങൾ പഠിച്ചിട്ട് അത് മൊത്തത്തിൽ നമ്മൾ സമ്മപ്പ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് അതിൻ്റെ സമഗ്രത വെച്ച് പഠിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് ഉൾക്കൊണ്ട് പഠിക്കുന്നത് എന്ന് ഗസ്റ്റാൾട്ടിസം ഉള്ള ആൾക്കാർ വാദിക്കുന്നു. ഓക്കെ അല്ലേ?
യെസ്. അപ്പൊ ഗസ്റ്റാൾട്ടിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫൈ പ്രതിഭാസം അല്ലെങ്കിൽ പ്രത്യക്ഷണമാണ്. ഓക്കെ, ഫൈ പ്രതിഭാസവുമുണ്ട്, പ്രത്യക്ഷണവുമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവർ പറയുന്നു വ്യക്തിഗത അനുഭവങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കാനുള്ളത്. ഓരോ വ്യക്തിയും ഓരോ അനുഭവങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നത്. ആ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ഗസ്റ്റാൾട്ടിസം പറയുന്നു. ഓക്കെ, അടുത്തതായി നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു സംഭാവനയാണ് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ സംഭാവനയാണ് നമ്മുടെ അന്തർദൃഷ്ടി പഠനം അല്ലേ. ആരാണ് അന്തർദൃഷ്ടി പഠനം കൊണ്ടുവന്നത്? സ്കോളറാണ്. അന്തർദൃഷ്ടി പഠനം മീൻസ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, അതായത് ഉള്ളിലുള്ള ഒരു ഉൾക്കാഴ്ച എന്നൊക്കെ പറയില്ലേ, നമുക്കൊരു ജ്ഞാനോദയം കിട്ടി അല്ലെങ്കിൽ ഉൾവിളി ഉണ്ടായി എന്നൊക്കെ പറയൂലേ, ആ സംഭവമാണ് ഈ അന്തർദൃഷ്ടി പഠനം എന്ന് പറയുന്നത്. എന്താ അവർ പറയുന്നത് നോക്കാം. ഒരു പഠന പ്രവർത്തനം തയ്യാറാക്കുമ്പോൾ പഠന സന്ദർഭങ്ങളെയും പഠന അനുഭവങ്ങളെയും നമ്മൾ എങ്ങനെ നിരീക്ഷിക്കണം? സമഗ്ര രൂപത്തിലാണ് തയ്യാറാക്കാനുള്ളത്. അല്ലാതെ കുറച്ചായിട്ട് ആകെ മൊത്തത്തിൽ ഒരു യൂണിറ്റ് പഠിപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ലെസൺ പ്ലാൻ എടുക്കൂലേ, യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കൂലേ, അപ്പം നമ്മൾ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ തന്നെ ഒരു യൂണിറ്റിന് ഇത്ര ലെസൺ ആക്കണം എന്നാണ് നമ്മൾ അല്ലെ. ഒരു പ്രോബ്ലം തന്നെ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി നമ്മൾ പകുതി ഇന്ന് പറഞ്ഞിട്ട് പകുതി നാളെ പറയുകയാണെങ്കിൽ അത് അത്രയും ഇഫക്റ്റീവ് ആയിരിക്കൂല. ഒരു ചെറിയ കൺസെപ്റ്റ് ആണെങ്കിൽ പോലും അത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്താവും, അത് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പഠനമായിട്ട് മാറും. ശരിയല്ലേ? യെസ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മളൊരു പഠന പ്രവർത്തനം തയ്യാറാക്കുമ്പോൾ പഠന സന്ദർഭങ്ങളാണെങ്കിലും പഠന അനുഭവങ്ങളാണെങ്കിലും നമ്മൾ സമഗ്ര രൂപത്തിൽ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. ആകെ മൊത്തത്തിൽ വേണം തയ്യാറാക്കാനുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം, എന്നാൽ മാത്രമേ പഠനം ബെസ്റ്റ് ആവുകയുള്ളൂ എന്നാണ് അന്തർദൃഷ്ടി പഠനം പറയുന്നത്. ഓക്കെ, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം നടക്കുന്നത് അന്തർദൃഷ്ടി പഠനത്തിലൂടെയാണെന്ന് നമ്മുടെ കോളർ വാദിക്കുന്നു. അദ്ദേഹം ഒരു പരീക്ഷണത്തിലൂടെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പരീക്ഷണം എന്തിലാണ് നടത്തിയത്? കോളറുടെ പരീക്ഷണം എന്തിലായിരുന്നു? ചിമ്പാൻസിയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ 3-4 പരീക്ഷണം പഠിച്ചായിരുന്നു. നമ്മുടെ പാവലോ നായയിലാണ് പരീക്ഷണം നടത്തിയത്. സ്കിന്നർ വരുമ്പോഴത്തേക്കും എലിയിലും പ്രാവിലും ഒക്കെ പരീക്ഷണം നടത്തി. പിന്നെ നമ്മുടെ തോണ്ടേക്കാണെങ്കിൽ പൂച്ചയിൽ പരീക്ഷണം നടത്തി. ശരിയല്ലേ? അതുപോലെ നമ്മുടെ ഇപ്പൊ എവിടെയൊക്കെ എന്താ സംഭവിച്ചേ? നമ്മുടെ പാവലോയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ അനുബന്ധനം സംഭവിച്ചു അല്ലേ. പാവലോ എന്ത് പറഞ്ഞു? നമുക്ക് എന്തെങ്കിലും പ്രതികരണം വേണമെങ്കിൽ ആ പ്രതികരണം കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും അനുബന്ധക ചോദകം കൊടുക്കണം, എന്നിട്ട് നമുക്ക് എന്ത് റെഡിയാക്കി എടുക്കാം, നമുക്ക് ആവശ്യമായ പ്രതികരണം കുട്ടികളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. തോണ്ടയ്ക്ക് എന്താണ് പറഞ്ഞത്? ഒരു കാര്യം പരിശ്രമിക്കുക, പരാജയപ്പെട്ടു പോയാലും വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വിജയത്തിലെത്താം അല്ലേ. പൂച്ച ഒരുപാട് പരിശ്രമിച്ച് കൂട് തുറന്ന് പുറത്തു വന്നു അല്ലേ. യെസ്. എന്നാൽ ഇവിടെ ചിമ്പാൻസിന്റെ കേസ് പറയുമ്പോൾ നമ്മുടെ കോളർ എന്താ ചെയ്തതെന്ന് അറിയോ? സെയിം, വിശക്കുന്ന ഒരു ചിമ്പാൻസിയെ കൂട്ടിലിട്ട് അടച്ചു അല്ലേ. അതായത് നമുക്ക് റെഡിനെസ് വേണം. ചിമ്പാൻസി വർക്ക് ചെയ്യണമെങ്കിൽ ചിമ്പാൻസിക്ക് അതിന്റെ ആവശ്യകത വേണം, ചിമ്പാൻസി റെഡി ആയിരിക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ വിശക്കുന്ന ഒരു ചിമ്പാൻസിയെ കൂട്ടിലിട്ട് അടച്ചിട്ട് അവിടെ ഒരു വടി വെച്ച് കേട്ടോ. വേറെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കോളർ എന്ത് ചെയ്തു? ഒരു കൂട്ടിലിട്ട് അടച്ചിട്ട് അവിടെ ഒരു വടി വെച്ചു. എന്നിട്ട് കൂടിന് പുറത്ത് ചിമ്പാൻസി കാണത്തക്ക വിധം കുറച്ച് പഴങ്ങൾ സജ്ജീകരിച്ച് വെച്ചു കേട്ടോ. അപ്പൊ പഴങ്ങൾ കണ്ട ചിമ്പാൻസി എന്ത് ചെയ്യും? അസ്വസ്ഥനാവുകയും അത് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യും. അപ്പം പഴം കണ്ടു, ചിമ്പാൻസി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇപ്പം ചിമ്പാൻസിക്ക് എത്തില്ല, അത്രയും പൊക്കത്തിലാണെന്ന് വിചാരിച്ചോളൂ പഴം, അത്രയും പൊക്കത്തിലാണ് പഴം. പക്ഷെങ്കിൽ ചിമ്പാൻസി ട്രൈ ചെയ്യുന്നു. എത്ര ശ്രമിച്ചാലും എന്ത് സംഭവിക്കുന്നു? ചിമ്പാൻസിക്ക് പഴം എടുക്കാൻ പറ്റുമോ അത്രയും പൊക്കത്തിലാണെങ്കിൽ? ഇല്ല, പറ്റില്ലെങ്കിൽ അത് ഒരിക്കലും. ഇനിയിപ്പം എത്രയൊക്കെ പരിശ്രമിച്ചാലും, ഇപ്പം 100 പ്രാവശ്യം പരിശ്രമിച്ചാലും ചിമ്പാൻസിക്ക് എന്ത് ചെയ്യില്ല? ആ മുകളിലിരിക്കുന്ന പഴം എത്തില്ല. എന്നാൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ചിമ്പാൻസി എന്ത് ചെയ്തു? ഈ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് കൂട്ടിൽ നിരാശനായിരുന്ന ചിമ്പാൻസി ആ വടി കണ്ട് അത് മൈൻഡ് ചെയ്യാതെ പോയില്ല ചിമ്പാൻസി. എന്ത് ചെയ്തു? ചിമ്പാൻസി ആലോചിച്ചു. ആ വടി കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ചിമ്പാൻസി ആലോചിക്കുകയും ഈ വടി ആ ചിമ്പാൻസിക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയും ആ വടി ഉപയോഗിച്ച് ചിമ്പാൻസി പഴം കൈക്കലാക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ ചെയ്തേ? ഇവിടെ എന്താ സംഭവിച്ചേ? ശ്രമപരാജയമാണോ ഇവിടെ നടന്നത്? അല്ല. ഒരു പക്ഷെ വടി ഉപയോഗിച്ചില്ല എങ്കിൽ എത്ര ശ്രമിച്ചിരുന്നാലും ചിമ്പാൻസിക്ക് ആ പഴം കൈക്കലാക്കാൻ പറ്റില്ലായിരുന്നു. ശരിയല്ലേ? ചിമ്പാൻസിക്ക് വടി ഉപയോഗിച്ച് അല്ലെങ്കിൽ വടി കണ്ട ചിമ്പാൻസിയുടെ ഉള്ളിൽ അപ്പൊ പരിസരം വീക്ഷിച്ചു അല്ലേ. ചിമ്പാൻസി പരിസരം വീക്ഷിക്കുകയും വടി കാണുകയും അത് കണ്ടിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ചിമ്പാൻസിയുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിമ്പാൻസി എന്ത് ചെയ്തു?
ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയും അത് ഉപയോഗിച്ചുകൊണ്ട് പഴം കൈക്കലാക്കുകയും ചെയ്തു. ഇവിടെ സന്ദർഭം മനസ്സിലാക്കിയല്ലേ ചിമ്പാൻസി നീങ്ങിയത്, അല്ലാതെ പഴം ഒരുപാട് തവണ ശ്രമിക്കുകയാണോ ചെയ്തത്? അല്ല, ചിമ്പാൻസി സന്ദർഭം മനസ്സിലാക്കി വടി ഉപയോഗിച്ചുകൊണ്ട് പഴം കൈക്കലാക്കി. ശരിയല്ലേ? അപ്പോൾ പഠന സന്ദർഭത്തെ ഇവിടെ സമഗ്രമായി കണ്ട് നിരീക്ഷിച്ച് ചിമ്പാൻസിക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹാരം നടക്കുകയും ചെയ്തു. ഇതിനെയാണ് അദ്ദേഹം നമ്മുടെ കോളർ ഉൾക്കാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എത്ര ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടിട്ടും ശ്രമപരാജയ സിദ്ധാന്തമല്ല ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ചിമ്പാൻസി, അല്ലെ? ഇവിടെ ശ്രമപരാജയ സിദ്ധാന്തം നടക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഏറെ നേരം ശ്രമപരാജയ സിദ്ധാന്തം നിലനിൽക്കുന്നില്ല, അല്ലെ? വടി കണ്ടതിന് ശേഷം ചിമ്പാൻസി ഉൾക്കാഴ്ച കൊണ്ട് ആലോചിച്ചാണ് എന്ത് ചെയ്തത്? നമ്മുടെ പഴം കൈക്കലാക്കിയത്. ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഇത് ഒരു പരീക്ഷണത്തിൽ നിർത്തിയില്ല കേട്ടോ. എന്ത് ചെയ്തു നമ്മുടെ കോളർ? അതുപോലെ ഈ ഒരു പരീക്ഷണം കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത് വീണ്ടും പരീക്ഷണം നടത്തി. രണ്ടാമത്തെ പരീക്ഷണത്തിൽ എന്ത് ചെയ്തു? ചെറുതും വലുതുമായ 2 വടികൾ വെച്ചു. എന്നിട്ട് സെയിം കുറച്ചും കൂടെ പൊക്കത്തിൽ, അതായത് ഇപ്പം ഒരു വടിക്ക് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ പൊക്കത്തിൽ പഴം കെട്ടിയിട്ടു. എന്നിട്ട് 2 വടികൾ വെച്ചു. അപ്പം ചിമ്പാൻസി ആദ്യം സ്വാഭാവികമായിട്ടും നേരത്തെ ചെയ്തത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യൂലേ? ഒരു വടിയെടുത്ത് നോക്കി, പക്ഷെങ്കിൽ കിട്ടിയില്ല ചിമ്പാൻസി. അപ്പോൾ ചിമ്പാൻസി നോക്കിയപ്പോൾ അടുത്ത മറ്റൊരു വടി കൂടി ഇരിക്കുന്നു. എന്ത് ചെയ്തു? പെട്ടെന്ന് കിട്ടിയ ഒരു ആശയം പോലെ ചിമ്പാൻസി ആ 2 വടിയും കൂടി തമ്മിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മുടെ പഴം എടുക്കുന്നു. ഇതുപോലെ എത്ര പൊക്കം ഉണ്ടെങ്കിലും, ഇപ്പം 3 വടി വെച്ചിരുന്നെങ്കിൽ 3 വടിയും കൂടെ കൂട്ടി കെട്ടുന്നു. അപ്പം ചിമ്പാൻസിയുടെ ഉള്ളിൽ തോന്നിയ ഒരു ആശയമാണല്ലേ കൂട്ടി കെട്ടിയാൽ പഴം കിട്ടുമെന്ന്. എന്താണ്? ചിമ്പാൻസിയുടെ ഉള്ളിൽ തോന്നിയ ഒരാശയമാണ്. ഇങ്ങനെ ഇപ്രകാരം ഉൾക്കാഴ്ചയിലൂടെ പഠിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പഠനം നടക്കുന്നത് എന്നാണ് നമ്മുടെ കോളർ അവകാശപ്പെടുന്നത്. കോളർ മാത്രമല്ല, ഗസ്റ്റാൾട്ടിസം പറയുന്നതും അപ്രകാരമാണ്. ഓക്കെ, എങ്ങനെയാണ്? നമുക്ക് ശ്രമപരാജയമല്ല, അല്ലെങ്കിൽ ശ്രമപരാജയത്തിലൂടെയോ അനുബന്ധനത്തിലൂടെയോ അല്ല യഥാർത്ഥ പഠനം നടക്കേണ്ടത്, അത് ഉൾക്കാഴ്ചയിൽ നിന്നുണ്ടാവണം, അല്ലേ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ അന്തർദൃഷ്ടിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിനെ അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനത്തിനെ സ്വാധീനിക്കുന്നത്? ഒന്നാമത്തെ ഘടകം ഏതാണ്? അന്തർദൃഷ്ടി പ്രശ്ന സന്ദർഭത്തിന്റെ ക്രമീകരണ രീതിയെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയല്ലേ? ഒരു പ്രോബ്ലം വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിമ്പാൻസിൽ വടി കണ്ടത് കൊണ്ടാണ് സോൾവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഐഡിയ ചിമ്പാൻസിന്റെ മനസ്സിൽ വന്നത്. വടി ഇല്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു ഐഡിയ വരുമോ? ഇല്ല. അപ്പോൾ പ്രശ്നം സന്ദർഭത്തിന്റെ ക്രമീകരണ രീതിയെ ആശ്രയിച്ചാണ് നമുക്ക് അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. രണ്ടാമത് പോയിന്റ് എന്താ? ഒരിക്കൽ അന്തർദൃഷ്ടി സംഭവിച്ചാൽ അത് ശരിയായ രീതിയിൽ ആവർത്തിക്കാൻ കഴിയും. ശരിയല്ലേ? ഇപ്പം ആദ്യമായിട്ടൊരു വടി കണ്ട ചിമ്പാൻസി എന്ത് ചെയ്തു? വടി ഉപയോഗിച്ചെടുത്തു. വീണ്ടും പരീക്ഷണം നടത്തുമ്പോൾ വടി ഉണ്ടെങ്കിൽ അത് തന്നെയല്ലേ ചെയ്യുന്നത്? വീണ്ടും എന്ത് ചെയ്യുന്നു? വടി ഉപയോഗിച്ച് പഴം കൈക്കലാക്കാൻ നോക്കും. അത് പറ്റിയില്ലെങ്കിൽ 2 വടി ഉണ്ടെങ്കിൽ അത് തമ്മിൽ കെട്ടിവെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പഴം എടുക്കുന്നു. എന്തായാലും ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? വടി ഉപയോഗിച്ച് പഴം എടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് ആവർത്തിക്കുകയല്ലേ ചെയ്തത്? യെസ്. മൂന്നാമത്തെ കേസ് എന്താണ്? അന്തർദൃഷ്ടി പഠനം പഠിതാവിന്റെ സാമാന്യ ബുദ്ധിശക്തിയെ ആശ്രയിച്ചിരിക്കും. ശരിയല്ലേ? സാമാന്യ ബുദ്ധിശക്തിയെ ആശ്രയിച്ചാണ് എന്തിരിക്കുന്നത്? അന്തർദൃഷ്ടി പഠനം ഇരിക്കുന്നത്. ഓക്കെ, അത് ശരിക്കും വടി കാണുമ്പോൾ അത് വടി ഉപയോഗിച്ച് എടുക്കണം എന്നുള്ള ബുദ്ധി ആർക്ക് തോന്നണം? പഠിതാവിന് തോന്നണം. ഒരു പ്രോബ്ലം വരുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി ആർക്കുള്ളതാണ്? അത് നമ്മുടെ പഠിതാവിനുള്ളതാണ്. ഓക്കെ, ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കാഴ്ച ഉണ്ടാവുകയും പെട്ടെന്ന് അവർ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യും. എന്നാൽ കുറച്ച് താരതമ്യേന ബുദ്ധി കുറഞ്ഞ ആളാണെങ്കിൽ കുറച്ച് സമയം എടുക്കും, അല്ലേ? സമയം എടുത്ത് മാത്രമേ തന്നിട്ടുള്ള ക്രമീകരണം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ. സോ മെയിനായിട്ടുള്ള ഒരു പോയിന്റാണ് അന്തർദൃഷ്ടി പഠനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പഠിതാവിൻ്റെ സാമാന്യ ബുദ്ധിശക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത 4ാമത്തെ പോയിന്റ് എന്താണ്? അന്തർദൃഷ്ടി പഠനത്തിലും ശ്രമപരാജയം സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ ചിമ്പാൻസി ആണെങ്കിലും ആദ്യം കയ്യെത്തി തന്നെയാണ് നമ്മുടെ പഴം എടുക്കാൻ നോക്കിയത്. ഒരുപാട് തവണ നോക്കി അവസാനം തളർന്ന് സഹികെട്ട് നിരാശനായിട്ട് ഇരുന്നപ്പോഴാണ് അവിടെ ഒരു വടി കണ്ടത്, അല്ലേ? വീണ്ടും തനിച്ച് വടി അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതുപോലെ കൈക്കലാക്കാൻ നോക്കിയില്ല. അല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് അല്ലെങ്കിൽ എത്തിപ്പിടിച്ച് നമുക്ക് പഴം കിട്ടോ എന്ന് നമ്മുടെ നോക്കിയില്ല, ചിമ്പാൻസി നോക്കിയില്ല. പകരം ആ ശ്രമപരാജയം അവിടെ അവസാനിപ്പിച്ചു. എന്നിട്ട് വടി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഉണ്ടായി, അല്ലേ? ഒരു അന്തർദൃഷ്ടി പഠനം അവിടെ ഉണ്ടായി. എന്നിട്ട് വടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ചിമ്പാൻസി അടുത്ത പഴം കൈക്കലാക്കിയത്. ഇവിടെ ശ്രമപരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ദീർഘനേരം എന്ത് ചെയ്യുന്നില്ല? നിലനിൽക്കുന്നതായിട്ട് കാണുന്നില്ല.
നല്ല രൂപം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ കോളറാണ് കേട്ടോ, ഈ അന്തർദൃഷ്ടി പഠനത്തിലൂടെ. അതായത് മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഒരു വസ്തുവിന്റെ ഏറ്റവും നല്ല രൂപം പ്രദാനം ചെയ്യാൻ കഴിയുന്നു എന്ന് ഇവർ പറയുന്നു. ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ് പറയുന്നത് നല്ല രൂപം, അല്ലെങ്കിൽ ലോ ഓഫ് പ്രാഗ്നൻസ് എന്ന് പറയും. എന്താണ് നല്ല രൂപം പറയുന്നത്? അല്ലെങ്കിൽ ഗുഡ് ഫോം എന്ന് പറയും. മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഒരു വസ്തുവിന്റെ ഏറ്റവും നല്ല രൂപമാണ് പ്രദാനം ചെയ്യാൻ കഴിയുന്നത്. എന്തെങ്കിലും കാര്യം നമ്മൾ ആലോചിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് അല്ലേ ആലോചിക്കുകയുള്ളൂ. ഇപ്പം നമ്മളെ തന്നെ ആലോചിക്കാൻ പറയുകയാണെങ്കിലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രൂപമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളെയോ അച്ഛനെയോ അമ്മേനെയോ ഒക്കെ ആലോചിക്കാൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് രൂപം മാത്രമേ നമ്മുടെ മൈൻഡിൽ വരുള്ളൂ അല്ലേ. അല്ലാതെ മോശം രൂപം നമ്മൾ ആലോചിക്കുമോ? ഇല്ല, നല്ല ബെസ്റ്റ് ആയിട്ടുള്ള രൂപം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. യെസ്, അത് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് നല്ല രൂപം എന്ന് പറയുമെന്ന് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലുള്ള ആൾക്കാർ പറയുന്നു. ഇതാണ്, അല്ലെങ്കിൽ ഈ നല്ല രൂപമാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഒരു വസ്തുവിന്റെ ഏറ്റവും നല്ല രൂപം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആ ഒരു പ്രതിഭാസമാണ് ഉൾക്കാഴ്ചയ്ക്ക് കാരണമാകുന്നത് എന്ന് നമ്മുടെ കോളർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉൾക്കാഴ്ച എന്ന് പറയുന്ന കൺസെപ്റ്റ് കോളർ കൊണ്ടുവന്നതാണ്. സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തി കൊണ്ടുവന്നതാണ്. ഇവിടെ ശ്രമപരാജയം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഏറെ നേരം നിലനിൽക്കുന്നില്ല. ഉൾക്കാഴ്ചയിലൂടെ പരിസരം വീക്ഷിച്ച് അവിടെയുള്ള ക്രമീകരണങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ചിമ്പാൻസി പഴം കൈക്കലാക്കിയത്. ശരിയല്ലേ? ഇങ്ങനെ പഠനം നടത്തുന്നതാണ് ശരിയായ പഠനമല്ലാതെ അനുബന്ധനം നടത്തിയോ അല്ലെങ്കിൽ ശ്രമപരാജയം നടത്തിയോ അല്ല ശരിക്കും പഠിക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ആൾക്കാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്താണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ കൊണ്ടുവന്നത്? നമ്മുടെ മാക്സ് വെർട്ടിമർ ആണ് അതിന്റെ മെയിൻ ആൾ അല്ലെങ്കിൽ ഉപജ്ഞാതാവ്. പിന്നെ കോളറും കോഫ്കയും ഉണ്ട്. ഈ സിദ്ധാന്തത്തിന്റെ ആശയമാണ് അന്തർദൃഷ്ടി പഠനം അല്ലെ. അന്തർദൃഷ്ടി പഠനം കോളറാണ് കൊണ്ടുവന്നത്. ഇത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ ആശയമാണ്. ഓക്കെ, പിന്നെ വിമർശനമായിട്ട് ഏതിനോടൊക്കെയുള്ള വിമർശനം? നമ്മുടെ ഘടനാവാദത്തോടും പിന്നെ ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദത്തോടും ഒക്കെയുള്ള വിമർശനമായിട്ടാണ് നമ്മുടെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഊരുതിരിഞ്ഞു വന്നത്. അത് ജർമ്മനിയിൽ രൂപം പ്രാപിച്ച് അമേരിക്കയിൽ വളർന്ന ഒരു പ്രതിഭാസമാണ് ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ അടിത്തറ? 5 പ്രതിഭാസമാണ്. അതുപോലെ തന്നെ ഗസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് ആകൃതി അല്ലെങ്കിൽ രൂപഘടനയാണ്. ഓക്കെ, ഇത്രയുമാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഇതിന് കുറച്ച് പഠന നിയമങ്ങളുണ്ട്, അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്. എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കുക. ശരി എന്നാ.